ഇന്ന് നമ്മൾ ഓടയിൽ എന്ന പുസ്തകത്തിലെ 1-ാം അധ്യായത്തെയാണ് പരിചയപ്പെടുന്നത്. പപ്പുവിനെ പള്ളിക്കൂടത്തിൽ അയച്ചാൽ പിന്നെ പകൽ സമയത്ത് അവനെക്കൊണ്ടുള്ള ഉപദ്രവം തീരുമെന്ന് അമ്മ അഭിപ്രായപ്പെട്ടു. അച്ഛനും ജ്യേഷ്ഠനും ആ അഭിപ്രായത്തെ അംഗീകരിക്കുകയും ചെയ്തു. അവർ ജന്മിയുടെ വക കുറേ നിലം പാട്ടത്തിനെടുത്തു കൃഷി ചെയ്തു ഉപജീവിക്കുന്നവരും ജന്മിയുടെ ആശ്രിതന്മാരുമാണ്. അതുകൊണ്ട് പപ്പുവിനെ സ്കൂളിൽ അയക്കുന്നതിന് ജന്മിയോട് അനുവാദം ചോദിച്ചില്ലെങ്കിൽ അതൊരു കുറ്റമായിത്തീരും. നിന്റെ ഇഷ്ടം പോലെ ചെയ്. അങ്ങനെ ഒരർദ്ധസമ്മതം മാത്രമേ ജന്മിയിൽ നിന്ന് കിട്ടിയുള്ളൂ. ഏതായാലും പപ്പുവിനെ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ പോകുന്നത് അവനിഷ്ടമാണ്. പഠിക്കാനുള്ള ആഗ്രഹമല്ല, കളിക്കാനുള്ള സൗകര്യം. ക്ലാസ്സിൽ ഏറ്റവും പ്രായക്കൂടുതലുള്ള വിദ്യാർത്ഥി അവനാണ്. അതുപോലെ തന്നെ ശരീരപുഷ്ടിയും. ക്ലാസ്സിലും പുറത്തും അവൻ എപ്പോഴും എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. അധ്യാപകന്മാർക്ക് അവൻ ഒരു ഉപദ്രവകാരിയായിരുന്നു. അധികാരശക്തിക്ക് കീഴ്പ്പെടുവാനും അച്ചടക്കത്തിന് വിധേയനാകുവാനും അവൻ പ്രകൃത്യാ കഴിവില്ലാത്തവനാണ്. വീട്ടിലെ ശല്യം വിദ്യാലയത്തിലേക്ക് മാറി എന്നല്ലാതെ അവൻ്റെ സ്കൂളിൽ പോക്കുകൊണ്ട് ഒരു പ്രയോജനവുമുണ്ടായില്ല. എങ്കിലും സഹപാഠികൾക്കെല്ലാം അവനോട് ഭയസമ്മിശ്രമായ ഒരു ബഹുമാനമുണ്ട്. അവൻ എന്തു പറഞ്ഞാലും അവർ അനുസരിക്കും. ക്രമേണ അവൻ വിദ്യാർത്ഥികളുടെയെല്ലാം നേതാവായി. ജന്മിയുടെ മകളുടെ മകനും പപ്പുവിൻ്റെ സഹപാഠിയാണ്. അവനും പപ്പുവിൻ്റെ അനുയായികളിൽ ഒരാളായിത്തീർന്നു. സ്കൂളിലായാലും പുറത്തായാലും അവരുടെ മേൽ അവനൊരു നേതൃത്വമുണ്ട്. അവരുടെ ഏതു കാര്യത്തിലും സഹായിക്കുവാൻ അവൻ ഹാജരുണ്ടായിരിക്കും. അവനെ കൂടാതെ അവർക്കൊരു കാര്യവുമില്ലെന്നായി. ഒരു ദിവസം പപ്പുവും കൂട്ടുകാരും കൂടെ ഒരു കുരുവിയെ പിടിച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്നു. അവൻ അതിൻ്റെ കാലിൽ ചരട് കെട്ടി പറപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നു. ആർത്തുചിരിയും കൈകൊട്ടും കൂക്കുവിളിയും എല്ലാം കൂടെ ഒരു വലിയ ബഹളമായി. അപ്പോഴാണ് അധ്യാപകൻ ക്ലാസ്സിൽ കയറി വന്നത്. പെട്ടെന്ന് ബഹളം ശമിച്ചു. എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു. കുരുവി പപ്പുവിൻ്റെ കയ്യിലിരിക്കുകയാണ്. അധ്യാപകൻ കോപം കൊണ്ട് വിറച്ചു തുടങ്ങി. ഈ കിളിയെ പിടിച്ചു ക്ലാസ്സിൽ കൊണ്ടുവന്നതാരാണ്? ഞാനാ സാർ. പപ്പു ഉടനെ ഉത്തരം കൊടുത്തു. നീ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോ. അവൻ എഴുന്നേറ്റ് കുരുവിയെയും കൊണ്ട് സാവധാനം വരാന്തയിൽ ഇറങ്ങി നിന്നു. മുറ്റത്തിറങ്ങി നിൽക്കടാ ധിക്കാരി, അധ്യാപകൻ അലറി. പപ്പുവിന് ഒരു കൂസലുമില്ല. അവൻ മുറ്റത്തിറങ്ങി നിന്നു. ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കിയവർ ആരെല്ലാമാണ്? ആ ചോദ്യം മറ്റു വിദ്യാർത്ഥികളോടായിരുന്നു. ആരും ഉത്തരം പറഞ്ഞില്ല. എല്ലാവരും എഴുന്നേൽക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റു. ചെറിയ ചൂരൽവടിയും എടുത്തുകൊണ്ട് അയാൾ ഒന്നാമത്തെ കുട്ടിയുടെ അടുത്തു ചെന്നു. കൈ നീട്ട്. അവൻ കൈ നീട്ടി. ഉള്ളം കൈയിൽ 2 അടി കൊടുത്തു. രണ്ടാമത്തവനും 2 അടി. മൂന്നാമത്തവനും അത്രയും തന്നെ. നാലാമത് ജന്മിയുടെ പൗത്രനാണ്. അധ്യാപകന്റെ മുഖത്തെ കോപം പെട്ടെന്ന് ഒന്ന് തണുത്തു. അയാൾ മാർദ്ദവമായി ചോദിച്ചു, കുട്ടി ശബ്ദമുണ്ടാക്കിയോ? അവൻ കുറ്റം സമ്മതിച്ചു. ഇനിമേൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കരുത്. ഈ പിള്ളേരോടൊന്നും കൂട്ടുകൂടരുത്. അങ്ങനെ ഒരു ഉപദേശവും വാത്സല്യപൂർവമായ ഒരു തലോടലും കൊടുത്തിട്ട് അയാൾ അടുത്ത കുട്ടിയോട് കൈ നീട്ടുവാൻ പറഞ്ഞു. അവൻ കൈ നീട്ടി. ആഞ്ഞ് 2 അടിയും കൊടുത്തു. മുറ്റത്തു നിന്നിരുന്ന പപ്പു വരാന്തയിലേക്കൊരു ചാട്ടം. അടിക്കരുത്. അവൻ അലറിക്കൊണ്ട് ക്ലാസ്സിലേക്ക് പാഞ്ഞു കയറി. ചി, ഇറങ്ങടാ പുറത്ത്. അധ്യാപകൻ പപ്പുവിൻ്റെ നേരെ തിരിഞ്ഞു. ഇനി അടിക്കരുത്. ഇനി ആരെയും തൊട്ടുപോകരുത്. അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി. അടിച്ചാൽ നീ എന്തു ചെയ്യുമെടാ? അടിക്കരുതെന്ന് പറയാൻ നീ ആരാടാ? ആ കുട്ടിയെ മാത്രം സാറ് തല്ലാത്തതെന്താ? ഞങ്ങളെപ്പോലല്ലയോ ആ കുട്ടിയും കുറ്റം ചെയ്തത്. എനിക്ക് മനസ്സില്ലാഞ്ഞിട്ട് നീ ആരാടാ ചോദിക്കാൻ? ഇറങ്ങടാ, ഇറങ്ങടാ പുറത്ത്. അയാൾ പപ്പുവിൻ്റെ കഴുത്തിന് പിടിക്കാൻ ഭാവിച്ചു. പപ്പു മുന്നോട്ടൊന്ന് കുതിച്ചു. എന്നെ തൊട്ടുപോയാൽ ആ കൊച്ചു സിംഹത്തിൻ്റെ ഗർജനം അധ്യാപകനെ സ്തബ്ധനാക്കി. അന്യായത്തിൻ്റെ അധികാരശക്തി ന്യായത്തിൻ്റെ ആത്മശക്തിയുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. പപ്പു സഹപാഠികളുടെ നേരെ തിരിഞ്ഞു. നമ്മളാരും ഇനി ഇവിടെ പഠിക്കരുത്. ഇവിടെ പക്ഷഭേദമുണ്ട്, പക്ഷഭേദം. അവൻ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. വരാന്തയിൽ നിന്ന് അവൻ തിരിഞ്ഞൊന്നു നോക്കി. അധ്യാപകൻ കണ്ണു മിഴിച്ചങ്ങനെ നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾ മുഖം കുനിച്ച് നിൽക്കുന്നു. അവരാരും അവൻ്റെ കൂടെ ഇറങ്ങുവാൻ ധൈര്യപ്പെട്ടില്ല. നിങ്ങളെല്ലാം പട്ടികളാണോടോ? പട്ടികൾ.
അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സംഭവം ജെന്മി അറിഞ്ഞു. അയാൾക്കു കലി കൊണ്ടു. അയാൾ പപ്പുവിൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി. നിന്റെ മകൻ അധിക പ്രസംഗിയാ. അവനെ ഇനി വീട്ടിൽ കയറ്റുകയും അരുത്, ഒന്നും കൊടുക്കുകയും അരുത്. അങ്ങനെ ഒരാജ്ഞയും കൊടുത്തു. ജെന്മിയുടെ ആജ്ഞ നിറവേറ്റിയില്ലെങ്കിൽ കുഴപ്പമാണ്. അയാൾ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, പപ്പുവിനെ വീട്ടിൽ കയറ്റുകയും ഒന്നും കൊടുക്കുകയും ചെയ്യരുതെന്ന്. ഏതു കുറ്റത്തിനും മാപ്പ് കൊടുക്കുന്ന ഒരു കോടതിയുണ്ട്, മാതൃഹൃദയം. വീട്ടിൽ കയറാതെ ഒളിച്ചു നടക്കുന്ന പപ്പുവിന് അവൻ്റെ അമ്മ ആരും കാണാതെ ചോറ് കൊടുക്കുമായിരുന്നു. രാത്രിയിൽ അവൻ പാത്തും പതുങ്ങിയും അടുക്കളവാതിൽക്കലെത്തും. അമ്മ ചോറ് വിളമ്പിക്കൊടുക്കും. അവൻ ഊണ് കഴിഞ്ഞ് പോവുകയും ചെയ്യും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ ഇതറിഞ്ഞു. അയാൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല. വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്ന പുത്രന് അമ്മ ഒളിച്ച് ആഹാരം കൊടുത്താൽ അതിൽ ഏതൊരച്ഛനും രഹസ്യമായി സന്തോഷിക്കുകയേയുള്ളൂ. പള്ളിക്കൂടത്തിൽ നിന്ന് ഓടിപ്പോയ പപ്പു സഹപാഠികളെ ഓരോരുത്തരായി കണ്ടുപദേശിച്ചു. സ്കൂളിലെ ഉച്ചനീചത്വത്തെപ്പറ്റി പ്രസംഗിച്ചു. അവരിൽ ചിലരുടെ അഭിമാനത്തെ അവൻ ഇളക്കിവിട്ടു. അങ്ങനെ 4-5 ദിവസത്തെ ശ്രമം കൊണ്ട് അവൻ 7 പേരുടെ മനസ്സുമാറ്റി. അവർ 7 പേരും പിന്നെ പള്ളിക്കൂടത്തിൽ പോകാതെയായി. അവരും വീടുകളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു.